ഹായ് മക്കളെ, +2 ക്രിസ്മസ് എക്സാം എന്നുള്ള 100 മീറ്റർ ഓട്ടം 50 മീറ്ററോളം നമ്മൾ പിന്നിട്ടിട്ടുണ്ട്. പല കുട്ടികളും നല്ല വേഗതയിൽ അടിപൊളിയായിട്ട് കുതിച്ചുകൊണ്ടിരിക്കുന്നു. പല കുട്ടികളും ഈ 50 മീറ്റർ ഓടിയപ്പോഴത്തിന് തളർന്നിട്ടുണ്ട്, കിതച്ചു പോയിട്ടുണ്ട്, പേടിച്ചു പോയവരുണ്ട്. കാരണം ബയോളജി സയൻസ് സ്റ്റുഡൻറ്റിനെ സംബന്ധിച്ചിടത്തോളം കെമിസ്ട്രി കഴിഞ്ഞു, ഫിസിക്സ് കഴിഞ്ഞു, മാത്സ് കഴിഞ്ഞു, അത്യാവശ്യം നല്ല രീതിയിൽ ഡെപ്തിൽ ചോദിച്ചിട്ടുള്ള പല ചോദ്യങ്ങളും ആ ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടിട്ടുണ്ട്. അത് പലരുടെയും കോൺഫിഡൻസ് തകർത്തിട്ടുണ്ട് എന്നുള്ളത് സത്യം തന്നെയാണ്, അതിൽ യാതൊരു തർക്കവുമില്ല. പക്ഷെ നിങ്ങൾ അതിൻ്റെ കാര്യത്തിൽ എഡ്യൂപോർട്ടിന് ധൈര്യത്തോടെ കാര്യങ്ങൾ പറയാം. കാരണം നമ്മൾ ഇത്രയും ദിവസങ്ങളോളം മാസങ്ങളോളം നിങ്ങളെ സ്കൂളുകളിൽ എടുത്തിരിക്കുന്ന ടോപ്പിക്സ് ഒന്നോ രണ്ടോ ലൈവിലായിട്ട് എക്സാമിൻ്റെ തലേന്ന് മാത്രം തന്നിരിക്കുന്ന ഒന്നോ രണ്ടോ ലൈവുകളിലായിട്ട് തന്നെ നിങ്ങൾക്കുള്ള ആ മാർക്കുകൾ എഡ്യൂപോർട്ട് നിങ്ങൾക്ക് വാങ്ങി തന്നിട്ടുണ്ട്. ഫിസിക്സിനെ സംബന്ധിച്ചോളം അഭിമാനത്തോടെ എനിക്ക് പറയാം, വന്നിരിക്കുന്ന ന്യൂമറിക്കൽ പ്രോബ്ലംസിൻ്റെ വാല്യൂ പോലും നമ്മൾ തലേ ദിവസം ലൈവിൽ പറഞ്ഞ ക്വസ്റ്റ്യൻ്റെ തന്നെയാണ്. ഫിസിക്സിൻ്റെ കേസിൽ ഓൾമോസ്റ്റ് ഫുൾ മാർക്കിൻ്റെ ടോപ്പിക്സ് തലേ ദിവസം കവർ ചെയ്തിട്ടുണ്ട്. വീഡിയോ ഒക്കെ ഷോർട്സ് ആയിട്ടുണ്ട്, അത് നിങ്ങൾക്ക് പ്രൂഫായിട്ട് എനിക്ക് ധൈര്യത്തിൽ പറയാൻ പറ്റും. കെമിസ്ട്രിയുടെ കേസിലും തലേ ദിവസം 6:30 തുടങ്ങി ആ ഒറ്റ ലൈവിൽ മാത്രം 55ഓളം മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് നമ്മളുടെ ലൈവിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ പ്രൂഫും വീഡിയോ ആയിട്ടുണ്ട്. മാത്സിനെ സംബന്ധിച്ചോളം അത്ര തന്നെ, അതിൻ്റെ മാത്സിൻ്റെ കേസിൽ വാല്യൂസ് കുറച്ച് മാറുന്നല്ലാതെ അതേ ടൈപ്പ് ക്വസ്റ്റ്യൻസ് തന്നെയാണ് നമ്മൾ തലേ ദിവസം ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ പല കുട്ടികളും സംശയത്തോടു കൂടിയാണ് ഈ ലൈവുകളെ കാണാറ്. ഒറ്റ ലൈവ് കൊണ്ട് എന്തെങ്കിലും സംഭവിക്കാൻ പറ്റുമോ? ഒറ്റ ദിവസം കൊണ്ട് പലപ്പോൾ മല മറിക്കാൻ പറ്റില്ലായിരിക്കും. പക്ഷെ ഒന്നുമല്ലാത്തവന് സീറോയിൽ നിന്ന് ഒരു ഹീറോയിലേക്കുള്ള ഒരു സ്റ്റെപ്പ് തന്നെയായിരിക്കും തലേ ദിവസങ്ങളിലുള്ള ലൈവ്. അത് നിങ്ങൾ ഒരു കാരണവശാലും നിങ്ങൾ മിസ് ചെയ്യരുത്. അപ്പോൾ അത് നിങ്ങൾ കൃത്യമായിട്ട് അറ്റൻഡ് ചെയ്യുക. സ്റ്റാർട്ടിങ് ടു എൻഡ് നിങ്ങൾ കാണാം, ഒരു ടോപ്പിക് പോലും മിസ് ചെയ്യാതെ നിങ്ങൾക്ക് അതിനുള്ള റിസൾട്ട് കിട്ടിയിരിക്കും. ഇനി നിങ്ങളുടെ മുന്നിലുള്ള ബയോളജി എന്നുള്ള കടമ്പ ടാക്കിൾ ചെയ്യാനുള്ള അടുത്ത പ്ലാനുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ബയോളജി ഒരു മെഗാ മാരത്തോൺ ആണ് ഞങ്ങൾ പ്ലാൻ ചെയ്യുന്നത്. ഈ വരുന്ന സൺഡേ 3 മണിക്ക് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ബോട്ടണിയും സുവോളജിയും നമുക്ക് വരുന്ന ക്രിസ്മസ് എക്സാമിൻ്റെ എല്ലാ ടോപ്പിക്സും, അതിന് മുമ്പ് ഓണ എക്സാമിന് ഉണ്ടായിരുന്ന ടോപ്പിക്സും എല്ലാം നമ്മൾ ഈ ഒറ്റ ലൈവിൽ ഒരു മെഗാ മാരത്തോണായി കണ്ടിന്യൂസ് ആയിട്ട് ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. ഇൻ ഡീറ്റെയിൽ ആയിട്ട് ഓരോ ക്വസ്റ്റ്യൻസിലൂടെയും പോകും, ഓരോ ഡയഗ്രവും പഠിക്കും. അത് കഴിഞ്ഞ് എക്സാമിൻ്റെ തലേ ദിവസം അതിൽ നിന്ന് സെലക്ട് ചെയ്തിരിക്കുന്ന 60 ഷുവർ ക്വസ്റ്റ്യൻസിലൂടെ ആയിരിക്കും നമ്മൾ പോവുക. അതിൻ്റെ ടൈമിങ് നമ്മൾ എന്ത് ചെയ്യാണ്, 6:30 PM ആണ്. ശ്രദ്ധിക്കുക, 7 അല്ല 6:30 PM ആണ്. കുട്ടികളുടെ റിക്വസ്റ്റ് പ്രകാരം തന്നെയാണ് 6:30 പറഞ്ഞിരിക്കുന്ന മാക്സിമം ടൈം കിട്ടാൻ റെഡി. അപ്പോൾ നിങ്ങൾ കൃത്യമായിട്ട് അറ്റൻഡ് ചെയ്യുക. ഒരു കാരണവശാലും നിങ്ങൾ സ്കിപ്പ് ചെയ്യരുത്. അതിൻ്റെ ലിങ്ക്സ് ഒക്കെ താഴെ വെക്കുന്നുണ്ട്. ഇതിനുശേഷം എക്സാമിന് രാവിലെയുള്ള റോക്കറ്റ് ആസ് യൂഷ്വൽ ഉണ്ടായിരിക്കുന്നതായിരിക്കും. 6 മണിക്കായിരിക്കും സ്റ്റാർട്ട് ചെയ്യുക. ലിങ്ക്സ് താഴെ ഉണ്ടാവും, പോയിട്ട് അതിലെ ലൈക്ക് രേഖപ്പെടുത്തുക. സോ ആദ്യത്തെ പരിപാടി ഈ മാരത്തോണിൻ്റെ ലൈവിൽ പോയിട്ട് ലൈക്ക് ചെയ്ത് അതൊരു 1000 എന്നുള്ള കൗണ്ടെങ്കിലും നിങ്ങൾ മിനിമം ആക്കുക. നിങ്ങൾ കയറുന്ന സമയത്ത് 1000 ഇല്ലെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്ത് നിങ്ങളുടെ ഫ്രണ്ട്സിനോടും കൂടി ലൈക്ക് ചെയ്ത് അത് 1000 എന്ന് പറഞ്ഞ കടമ്പിലേക്ക് നിങ്ങൾ എത്തിക്കുക. ലൈവ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ മാക്സിമം പേരുണ്ടാക്കണം. മാക്സിമം അടിപൊളിയായിട്ട് നിങ്ങളുടെ കിങ്ങിണി സാറും ബിലാൽ സാറും ദേപ്രിയ മിസ്സും ഉണ്ടാവും. ആൻഡ് ഒരു സർപ്രൈസ് ആയിട്ട് എഡ്യൂപോർട്ടിൻ്റെ പെയ്ഡ് സ്റ്റുഡൻസിനൊക്കെ അറിയുന്ന കാര്യമാണ്, ഒരു ഡോക്ടർ അസ്ലക് എന്ന് പറഞ്ഞ ഒരു പുതിയൊരു ഫാക്കൽറ്റി കൂടി ഞങ്ങളിവിടെ ജോയിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഡോക്ടർ അസ്ലക്കും കൂടി ഉണ്ടാവും നമ്മളുടെ എക്സാമിൻ്റെ തലേ ദിവസം ഷുവർ ക്വസ്റ്റ്യൻ സീരീസ് എന്നും കൂടി പറയുകയാണ്. അപ്പോൾ ഓൾ ദ ബെസ്റ്റ് മക്കളെ, ലൈവിൽ കാണാം.